ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്നും സുപ്പു ഒരു കുഞ്ഞൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. അടിപൊളി കിടക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോഴേ വീട്ടിലുള്ള ഒരു 2-3 ഐറ്റം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്പ്. എന്നും നമ്മുടെ വീട്ടിലല്ല കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും പോയി കട്ടെടുക്കാനൊക്കത്തില്ലല്ലോ. അപ്പോഴും നമ്മുടെ കുഞ്ഞ് അടുക്കളയിൽ നിന്നും അതിനിപ്പുറത്തെ അടുക്കളയിൽ നിന്നും ഒക്കെ പറക്കിയെടുത്ത് നമ്മളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴെന്തൊക്കെയാണ് വേണ്ടതെന്ന് സുപ്പ് പറഞ്ഞു തരാം. അടിപൊളി റിസൾട്ടാണ് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ. ഇത് തുടക്കത്തില്ലേ അപ്പോഴ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോഴേ നമുക്ക് 10 രൂപയുടെ ചെറിയ പാക്കറ്റിൽ പാൽപ്പൊടി മതി നമ്മുടെ മുഖം സുന്ദരമാക്കാൻ വേണ്ടി. അപ്പോൾ പാൽപ്പൊടി കുട്ടനെ വേണം, പിന്നെ 1 സ്പൂണ് ഗോതമ്പ് പൊടി കുട്ടനെ വേണം. പിന്നെ ഇത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണമല്ലോ. അപ്പോഴും നമ്മൾ ആരെയും എടുക്കുന്നത് പച്ചപ്പാല്, തിളപ്പിക്കാത്ത പച്ചപ്പാല് കേട്ടോ. അപ്പോഴേ ഇവരെ 3 പേരെയും കൂടെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇടാം. എളുപ്പത്തിന് ജോലി തീരും. ഇന്നത്തെ നമ്മുടെ ടിപ്പ് എളുപ്പത്തിനുള്ളതാണ്. അപ്പോൾ ദേ സുപ്പ് 1 സ്പൂണ് ഗോതമ്പ് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ മുഖമൊക്കെ നല്ല കളറുണ്ടാവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ അങ്ങനെ ഞാൻ ഗോതമ്പ് പൊടി എടുക്കാറില്ല കേട്ടോ. അപ്പോഴതേ ഗോതമ്പ് പൊടി കുട്ടനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ള പാത്രമായിട്ട് കാണാൻ ഒക്കുന്നില്ല അല്ലേ, നല്ല വെള്ള കളറാണ് കേട്ടോ. അപ്പോഴതേ നമുക്ക് പാൽപ്പൊടി എടുക്കാം കേട്ടോ. ഇതേ ഇങ്ങനെ ഒരു 10 രൂപയല്ലേ ഇതിനാന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലുള്ള പാൽപ്പൊടിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മറ്റേ പായ്ക്കുകളൊക്കെ ഇടാൻ ചില ദിവസം നമുക്കൊരു മടിയൊക്കെ തോന്നത്തില്ലേ. അപ്പോഴിതേ ഇവനെ അങ്ങോട്ട് എടുത്ത് നമുക്ക് അങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് നമ്മുടെ പാൽപ്പൊടി കുട്ടൻ. നമ്മൾ ആനി സ്പ്രേയും സാഗറും ഒക്കെ പണ്ട് കുഞ്ഞുനാളിലേ എന്തോരം കഴിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? പശുക്കറവയില്ലാത്ത സമയത്ത് വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. പാല് വറ്റുമ്പം നമ്മൾ ആരെങ്കിലും വരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിച്ച് വിൽക്കുമായിരുന്നു. പാൽപ്പൊടി വാങ്ങിച്ച് വിൽക്കുമായിരുന്നു. ഞാൻ ഫ്രിഡ്ജിനകത്ത് രാവിലെ എടുത്ത് വെച്ച പാലാണ് കേട്ടോ. അപ്പോഴാവശ്യത്തിന് നമുക്ക് ഇതിനകത്തോട്ട് കുറേശ്ശെ നമുക്ക് എടുക്കാം കേട്ടോ. ഒരു മുട്ടയാണ്, ഒരു ബട്ടർഫ്ലൈ ദൈവമേ. ഇങ്ങോട്ട് വന്നാലും നിങ്ങളെ കാണിച്ചു തന്നെ. ഞാൻ എപ്പോൾ ഇവിടെ പായ്ക്കിട ഇരുന്നാലും കേട്ടോ ആരെങ്കിലും ഇവിടെ വരും. കറുപ്പും വെള്ളം എന്ത് രസമുണ്ട് കാണാൻ. കറുപ്പും വെള്ളം ഇവിടെ തന്നെ ഇരുന്ന് കറങ്ങുകയാണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റാ പോവാ, ഞാൻ താഴെ പോയി കേട്ടോ. അപ്പോഴതേ ഇനി വന്നേ പായ്ക്കിടാൻ ഇവിടെ വന്നേ. വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ പോകട്ടെ. എൻ്റെ അടുത്തോട്ട് വന്നാണെങ്കിൽ നിങ്ങളെ ഞാൻ തലയ്ക്ക് മീതെ ശൂന്യാകാശം ചത്രശലവും അല്ല ചിത്രശലവും. അപ്പോഴതേ നമ്മുടെ പായ്ക്ക് ഇവരെ 3 പേരെയും കൂടെ നമ്മൾ അങ്ങോട്ട് കുറുക്കിയെടുത്ത് കേട്ടോ. കുറുക്കിയെടുത്ത് നമുക്കിതിനി 15 മിനിറ്റ് ഇത് തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾ ചെയ്ത് നോക്കണം. എളുപ്പത്തിനുള്ള ഇന്നത്തെ നമ്മുടെ പായ്ക്ക് അടിപൊളി റിസൾട്ടുമാണ് കിട്ടുന്നത്. എളുപ്പത്തിന് ഉണ്ടാക്കി എടുക്കാവുന്നതും പറ്റിയ ഒരു നല്ലൊരു ഇതാണ് കേട്ടോ. ഇന്നലെ വരെയുള്ള നമ്മുടെ ടിപ്പൊക്കെ കണ്ടെല്ലാവരും ചെയ്തെന്ന് ചുമ്മാ വിശ്വസിക്കുന്നു കേട്ടോ. ചുമ്മാ വിശ്വസിക്കുക. എനിക്കറിയാം എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ചെയ്ത് നോക്കുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ പായ്ക്കിടുന്നതിന് മുന്നേ നന്നായിട്ട് നമ്മൾ മുഖം കഴുകിയിട്ട് സുപ്പ് കഴുകിയിട്ട് വന്നതാ. മുഖത്തെങ്കിലും ലേശം വെള്ളം പോലും ഇല്ല കേട്ടോ. അപ്പോൾ വെള്ളം എടുക്കാൻ പോകാൻ മടി. അപ്പോൾ നമുക്ക് കുറച്ച് പാല് വെച്ച് ഒരു നനവ് വേണം കേട്ടോ. അതിനുവേണ്ടി പാല് വെച്ച് തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കാൻ നല്ലതാണ് കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഒരു നനവ് വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തത്. വെള്ളം എടുക്കാൻ ഇനിയും പോകാൻ മടി വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. മുഖത്ത് തുടച്ചെടുക്കാം. ഇനി നമുക്ക് പായ്ക്കിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ കുഞ്ഞുവാവന്മാർക്ക് നമ്മൾ എന്തൊക്കെയായിരുന്നു കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അതുമാതിരി നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ.
സത്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചുങ്ങൾക്ക് എന്താ കൊടുത്തത് ഞാൻ തന്നെ മറന്നേ. ഏതാണ്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ പിള്ളേരെ. എൻ്റെ ദൈവമേ, എന്തുമായിരുന്നു ആ പൊടികളൊക്കെ. മറന്നു പോയല്ലോ ആ പൊടികളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഞാനങ്ങ് മറന്നുപോയി. പിള്ളേരൊക്കെ മുട്ടലായപ്പോൾ ഞാനതൊക്കെ അങ്ങ് മറന്നുപോയി. നിങ്ങളിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതൊക്കെ പോട്ടെ. പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരൊക്കെ വലിയ പിള്ളേരായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കറിയൊന്നും ഇല്ല കേട്ടോ. ആ പൊടിയുടെ അതിൻ്റെ എന്താ സത്യം, അതിൻ്റെ പേരെന്താ, ലാക്ടോജിൻ്റെ മണമാണ് ഇതിൻ്റെ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് മണമൊക്കെ എന്നോട് പറ കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു മണമാണോ കിട്ടുന്നത്, അതോ ഇനി എനിക്ക് ഈ സുപ്പൂന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾ പറ കേട്ടോ. അപ്പോഴെന്തായാലും ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ കഴുത്തിലും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മുഖത്ത് വേറെ കളറ്, കഴുത്തിന് വേറെ കളർ കേട്ടോ. നമുക്ക് ആഴ്ചയിലൊക്കെ ഇത് ചെയ്യാം. സമയം കിട്ടുവാണെങ്കിൽ എന്നും ചെയ്തു കേട്ടോ. പിന്നെ മടിച്ചികളോട് ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം. ഇതൊക്കെ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുന്നത്. എനിക്കറിയാം മൊത്തത്തിൽ മടിച്ചികളും മടിച്ചന്മാരുമാണെന്ന്. ചില മടിച്ചന്മാർ ചോദിക്കും താടിയിൽ ഇടാവുന്നു. കുഴപ്പമില്ല, താടിയിൽ കിട്ടും. അത് നമ്മൾ മുടി ഡൈ ചെയ്യുമ്പോഴാണ് ചില മാമന്മാർ വന്ന് ചോദിക്കും താടിയിൽ ഇടാവോ. വേറെ സംശയങ്ങളൊന്നുമില്ല മാമന്മാർക്ക്. താടിയിൽ ഇടാവോ മാമ, കറക്കണമെങ്കിൽ താടിയിലോ തലയിലോ മുട്ടത്തലയിലോ ഒക്കെ വാരിട്ട് കിട്ടും. ഈ ചേച്ചിമാരൊക്കെ ചെയ്യുന്ന ഡൈ ഒക്കെ കണ്ടിട്ടില്ലേ. പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു ആശ്വാസമുള്ളത്. ഇത് കെമിക്കലുകളൊന്നും അല്ലാത്ത എന്താ ഡൈയും ഒക്കെ ആണല്ലോ നമ്മളിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ 1 മാസമായി ഇവിടെ ചെയ്തിട്ട്. ഇപ്പോഴ് വെളുത്തു തുടങ്ങി മുടിയൊക്കെ. ഇനി എനിക്ക് ചെയ്യാൻ സമയമായി. പക്ഷെ ഞാൻ ഇതുവരെ നമ്മുടെ കെമിക്കൽ ഡൈകളൊന്നും തേക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈ ചെയ്യുമ്പോൾ നന്നായിട്ട് അത് മുടിയിൽ പിടിക്കുന്നുണ്ട്. അതൊരു വ്യത്യാസമാണ് കേട്ടോ. കെമിക്കൽ ഡൈ നമ്മൾ തേച്ചിട്ട് ഇതുമാതിരിയുള്ള നാച്ചുറൽ ഡൈകൾ നമ്മൾ ചെയ്യുമ്പം എനിക്കത് അറിയത്തില്ല, അതങ്ങനെ പിടിച്ചിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിതിപ്പോൾ 1 മാസമായി ഞാൻ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാൻ സമയമായി. അതും ഇനിയും ചെയ്യണം. അവിടെ ഇവിടെയൊക്കെ വെളുത്തൊക്കെ വീഴുന്ന പിള്ളേരെ കേട്ടോ. അന്നേരം മോനിവിടെ ചോദിക്കുന്നു, അമ്മേതാ വെള്ളം മുടി വരുന്നു. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ മുടിയിലൊന്ന് ഡൈയൊക്കെ പുരട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോഴേ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കേട്ടോ. ഞാൻ പറഞ്ഞത് നേരാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ എന്നും നമുക്കിതൊന്നും ഒരു കുഴപ്പമോ ഉള്ളതല്ല. ഞാൻ ഗ്യാരണ്ടി, ഈ സുപ്പ് ഗ്യാരണ്ടി തന്നേക്കുന്നു. എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ പായ്ക്കുകളാട്ടോ കാണിച്ച് തരുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് നമുക്കൊന്ന് ഇവനെ ഒന്ന് ഒരു 10-15 മിനിറ്റ് ഇരുത്താം. എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. അപ്പോഴേ കാണാം അത്ഭുതം. പക്ഷേ ഇതിനേക്കാൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മുടെ ആ മുഖത്ത് നല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിങ്ങനെയൊക്കെ പായ്ക്കുകളൊക്കെ ചെയ്തിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മുഖത്ത് നല്ല ഇതാട്ടോ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലത്തെ എൻ്റെ മുഖം. നല്ല ഇതായിട്ട് കിട്ടും. നല്ല മനോഹരമാണ് കേട്ടോ. അന്നേരം കണ്ണാടി പോയി നോക്കേണ്ട, മനോഹരമൊക്കെ അങ്ങ് മാറിപ്പോവും. അല്ലാതെ സ്വയം നമ്മൾ തന്നെ നമ്മുടെ മുഖം നല്ല സുന്ദരമായ മുഖമാണെന്ന് നമ്മൾ തന്നെ മനസ്സിനെ അങ്ങോട്ട് പാകപ്പെടുത്തണം കേട്ടോ. അങ്ങനെ കണ്ണാടി നോക്കിയാൽ ചീറ്റിപ്പോയി നമ്മുടെയൊക്കെ മുഖം കേട്ടോ. അപ്പോഴെന്തേ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനിയും കാണാം. ഇത് ഫുള്ള് എനിക്ക് അത്യാവശ്യം 1 സ്പൂൺ വീതം ഞാൻ എടുത്തത് കേട്ടോ. കറക്റ്റ് അളവാണ്. നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് ഒരു 15 മിനിറ്റായി. അപ്പോഴത്തേക്ക് സെറ്റായിട്ട് വന്നു കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയൊക്കെ വന്നു. ഇനി ഞാൻ കഴുകിക്കൊണ്ട് വരാം കേട്ടോ. കഴുകിക്കൊണ്ട് വരാം. കൂടെ തന്നെ നമ്മുടെ കരിയിലക്കിൽ ഇരിക്കൊണ്ട് കേട്ടോ. എനിക്ക് കൂട്ടായിട്ട് ഞാൻ അകത്ത് പോയില്ല, ഇവിടെ തന്നെ ഇരുന്നേ. കഴുകിക്കൊണ്ട് വരാം. അപ്പോഴേ നമ്മുടെ പായ്ക്കൊക്കെ കഴുകി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആകെ മൊത്തത്തിൽ ഇന്ന് നനഞ്ഞ് കുതിർന്നു. നല്ല കളറ് കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. ഒരു കുഞ്ഞു പാക്കറ്റിലെ പാൽപ്പൊടി മതിയല്ലോ നമുക്കിത് ചെയ്യാൻ. ഒത്തിരി ദിവസത്തേക്ക് കാണും കേട്ടോ. ഇതിന് എത്ര രൂപയാണ് കാണുന്നില്ല.
15 ഗ്രാമിൻ്റെ കേട്ടോ, ചെറിയ പാക്കറ്റിലെ. പിന്നെ നമുക്ക് ഈ ചിലതിൻ്റെയൊക്കെ ഫ്രീ ഒക്കെ കിട്ടും, തേയിലയുടെ കൂടെ ഒക്കെ കിട്ടത്തില്ല. ഞാൻ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഇനി 2 പാക്കറ്റിൻ്റെ കേൾക്കുണ്ട്, അല്ലാതെ നമുക്ക് വാങ്ങിക്കാം, കടയിൽ നിന്ന് വാങ്ങിക്കാവില്ല. അത് എത്രയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോഴേ ഇതേപോലെ കുഞ്ഞു പായ്ക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കണം. നമുക്ക് മറ്റേ ആ ടിപ്പൊക്കെ ചെയ്യാൻ ഇച്ചിരി ഒരു മടിയൊക്കെ തോന്നുന്ന സമയത്ത് വേഗത്തിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോഴും നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്യണം. അപ്പോൾ ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും പാലും പച്ചപ്പാലും കൊണ്ടുള്ള ഇന്നത്തെ നമ്മുടെ ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ലാക്ടോജിൻ്റെയൊക്കെ മണം മാതിരി ഇപ്പോഴും ഉണ്ട്, നല്ല വാസനയുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങൾ തന്നെ പറയും, നിങ്ങൾ ഇന്നിട്ടെങ്കിൽ നിങ്ങൾ നാളെ വീണ്ടും ഇടാൻ നോക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും, നല്ലൊരു പായ്ക്കാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഈ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണിത് കേട്ടോ. നല്ല തണുപ്പും പാലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണേ. അത് എന്നെ കളിപ്പിക്കും, ഞാൻ കൂട്ടുകൂടത്തില്ല കേട്ടോ, ഞാൻ മിണ്ടത്തില്ല കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ. പിന്നെ ഏത് പായ്ക്ക് തന്നെ നമ്മൾ ഇടുവാണെങ്കിലും ഒരു ദിവസം കൊണ്ടൊന്നും നിർത്തരുത്, തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കണം കേട്ടോ. മടിയൊന്നും വിചാരിക്കാതെ ചെയ്ത് നോക്കണം. എന്തായാലും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും കളറും ഒക്കെ കിട്ടും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളി ഇടുക്കാച്ചി ടിപ്പാണ് കേട്ടോ. ചെയ്ത് നോക്കണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.